പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം കടുക്കുന്നു. ഇറാന് നേരെ വീണ്ടും അമേരിക്കൻ ആക്രമണം. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന പ്രദേശങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത്. തെക്കൻ ലെബനോണിലെ ഇസ്രയേൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. സുരക്ഷാ കരാറിൽ ഒപ്പുവെച്ച് ഒരു ദിവസം തികയും മുൻപെയാണ് ലെബനോണിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുന്നു. മധു കൊട്ടാരക്കര, നേരത്തെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതമാവുകയാണ് കാര്യങ്ങൾ. കരാറുകളൊക്കെ തന്നെ ലംഘിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് ഗോകുൽ, സൂര്യ. ഇറാനെതിരെ വീണ്ടും US സൈന്യത്തിന്റെ ശക്തമായ വ്യോമാക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർച്ചയായ പ്രകോപനങ്ങൾക്ക് അതിന് നേരിട്ടുള്ള മറുപടി നൽകുകയാണെന്നാണ് US സെൻട്രൽ കമാൻഡ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കഴിഞ്ഞ മണിക്കൂറിലെയും ആക്രമണം തുടർന്നത്. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ഇറാനെതിരെയുള്ള സൈനിക നടപടി പൂർത്തിയാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ ഇറാൻ ഉണ്ടാകില്ലെന്നാണ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത്. ഇറാന്റെ ഈ സൈനിക നിരീക്ഷണ സംവിധാനങ്ങൾ, അതുപോലെ അവരുടെ വാർത്താവിനിമയ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, അതുപോലെ ഡ്രോൺ സംഭരണശാലകൾ, മൈൻ വിന്യസിപ്പിച്ചിരിക്കുന്ന കേന്ദ്രങ്ങൾ, ഇവയൊക്കെയായിരുന്നു ഇന്നലെ US യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ടത്. വളരെ ശക്തമായ ആക്രമണമായിരുന്നു. നമുക്കറിയാം, വ്യാഴാഴ്ച ഹോർമൂസ് കടലിടുക്കിന് സമീപം ഒരു വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് തിരിച്ചടിയായി വെള്ളിയാഴ്ചയും ഹോർമൂസ് കടലിടുക്കിന് ചുറ്റുമുള്ള ഇറാനിയൻ കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ശനിയാഴ്ചയും ഇറാന്റെ തന്ത്രപ്രധാന ഈ സൈനിക ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ തകർത്ത് അമേരിക്ക വീണ്ടും വന്നിരിക്കുന്നത്. ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വീണ്ടും പ്രകോപനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ US ശക്തമായ തിരിച്ചടി നൽകുകയാണെന്നാണ് ഇത് സംബന്ധിച്ചുള്ള സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. MV എവർ ലവ്ലി എന്ന കപ്പലിന് നേരെയായിരുന്നു നേരത്തെ ഇറാൻ ആക്രമണം നടത്തിയത്. എന്നാൽ അതിനുശേഷം ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വന്നെങ്കിലും അത് ഇറാൻ നിരസിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് അവര് MT കിക്കു എന്ന് പറയുന്ന ഒരു കപ്പലിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. ഇതാണ് US സൈന്യത്തിനെ പ്രകോപിപ്പിച്ചത്. ഗോകുൽ, സൂര്യ.